ബിൻചേട്ടാ ഒരു റിക്വസ്റ്റ്. ഇപ്പൊ നമ്മുടെ ഐറ്റം വേറെയുടെ വേദിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യാണ്ട് നമ്മൾ ബിൻചേട്ടനെ വിടുന്നത് ശരിയല്ല അല്ലേ? അല്ലേ അല്ലേ? ഇതിന് മാത്രമാണ് കുഴപ്പമില്ല, ഞങ്ങൾ മൂന്നുപേരും കൂടി ചെയ്താൽ കാശ് തരേണ്ടി വരും. എന്താ ചെയ്യണം? സ്റ്റാർ ചെയ്യാനാണോ? ഇപ്പഴേ രാജോസ് വന്നു. രാജോസ് സാറ് പിടിച്ചോ. കൊച്ചിനിഫയുടെ ഒരു മീശ മാതല്ല ഡയലോഗ്. ഓക്കെ പിള്ളേര് കട കാണിച്ചത് കേട്ട് എന്താ കാണിച്ചത്? വൃത്തികേട്, ഇത് കിട്ടാൻ പറ്റില്ലേ? ഇത് കേസോടാണ് കേസ്. എന്ത് പിള്ളേർ പിന്നാമരം കാണിച്ച് നാളെ ഉമ്മരം കാണിച്ചല്ലേ? ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കട്ടെ. ഉസ്തല്ലേ തിരുവനന്തപുരം തന്നെ ഉണ്ടാവൂല്ലേ? ഓടിപ്പോവേന്നില്ലേ? എപ്പ ചെന്നാലും കാണാ, എപ്പ നോക്കിയാലും കൊമ്പത്താ. നീ നല്ല കുറങ്ങാ പട്ടി. അടിപൊളി. ഇത് ഐറ്റം വേറെ. അതെ, ഐറ്റം വേറെ. അടുത്തത് വിഷ്ണു ചേട്ടനോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ. അയ്യോ, എനിക്ക് അല്ല, വിഷ്ണു ചേട്ടൻ എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തേക്ക്. ഒന്നുമില്ലെങ്കിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ സൗണ്ട് കാണി. ഇവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ തന്നെ എടുക്കാതിരിക്കുന്നു, അത് പൊളിച്ചു കളഞ്ഞു. അതിവിടെ വരുന്ന ഒട്ടുമിക്ക നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിന് വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ എടുക്കാറുള്ളതാണ് വിഷ്ണുന്റെ ശബ്ദം. വിഷ്ണു ചേട്ടൻ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാതെ പോകുമ്പോ നമുക്കൊരു മനസ്താപം. എന്റെ സൗണ്ട് മറ്റുള്ളവരെ അനുകരിക്കണ വേണമെങ്കിൽ ഞാൻ അനുകരിക്കാം. ഓ, അത് വെറൈറ്റി. പറഞ്ഞേ അന്നേ കാണാ പിള്ളേരൊക്കെ വിളിച്ചാ ഇറങ്ങൊക്കെ എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ വന്ന് പറഞ്ഞു ഇതിനോട് കിടപടിയാൻ ഇനി പ്രചോദനന്റെ ബാബു നമ്പൂരിയുണ്ട്. എന്തായാലും എനിക്ക് ലാജോ സാർ കേൾക്കണം ബിനുവിന്റെ. അതായത് ഈ ഒടുവിലുണ്ട് കൃഷ്ണചേട്ടനല്ലേ, ഉണ്ണിച്ചേട്ടന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാള് ഈ പറഞ്ഞ പോലെ അയാള് പോകണമെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. വണ്ടി ഇടിച്ച് ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചാടാ, നീ ഈ ഇദ്ദേഹത്തെ പോലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ഇങ്ങനെ സ്പീഡിൽ പോകല്ലേ, പുള്ളി ഇത് നല്ല ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഞാനല്ല ആ മോട്ടത്തലേനെ എന്നെ കൊണ്ട് ഓടിപ്പിക്കണാണ്. മര്യാദക്ക് പതിയെ പോകുമ്പോൾ സ്പീഡിൽ പോകുമെന്ന് പറയും. പിന്നെ ഞാനെന്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. കിടിലം ഐറ്റംസ് നമ്മൾ കണ്ടു. ബിൻചേട്ടന്റെ 2 ഐറ്റം. വിഷ്ണുചേട്ടനെ മറ്റുള്ളവർ അനുകരിക്കുന്ന വിഷ്ണുചേട്ടൻ അനുകരിച്ചു. ഭയങ്കര വെറൈറ്റി ഐറ്റം. അപ്പൊ ഇതിന് മുകളിൽ വെക്കാനായിട്ട് അടുത്തതായി ഞാൻ ഗോതയിലേക്ക് ഇറക്കുന്നു. സാജു ചേട്ടൻ എന്റെ ഫയർ ഡാൻസ്. പന്തം വേണം, തീ വേണം, മണ്ണെണ്ണ വേണം, പെട്രോൾ വേണം. അതൊന്നും ഇവിടെ എനിക്ക് തരാൻ. അത് നന്നാലേ എന്റെ ഐറ്റം നടക്കുള്ളൂ. അവിടെ കത്തിച്ച് വെച്ചേക്കും. പന്തമുണ്ട്. ഇപ്പൊ ഞാൻ ഫയർ ഡാൻസ് കളിക്കും. തന്നേനെ ചേട്ടാ, ഇപ്പൊ കളിക്കും ഫയർ ഡാൻസ്. എങ്കിലും ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാം. അമർ അക്ബർ അന്തോണിയിലെ മറ്റേ എന്നെ അയ്യോ അതാണ് സാജു ചേട്ടൻ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഡയലോഗ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതല്ലേ തന്നെ ഇവിടെ കയറിയപ്പോ തൊട്ട് എനിക്ക് ആ ഡയലോഗ് പറഞ്ഞാൽ മതി. മാന്യ സദസ്സിന് വന്ദന അയ്യോ അമ്മ അയ്യോ അയ്യോ അയ്യോ. ഇത് വിഷ്ണു എഴുതിയതാ. അത് ശരി, അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ റിക്വസ്റ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത്. തെറ്റിപ്പോവാ ഞാൻ അടുത്ത് നിന്നിട്ട്. അല്ലാതെ നമുക്ക് ശീലമാണെന്ന് പ്രചോദനം. അല്ല, നമുക്ക് ഒരുപാട് സന്തോഷം വെച്ചാൽ ഇവിടെ വന്ന് പ്രൊമോഷൻ ചെയ്യുന്ന പടങ്ങൾ വിജയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ കുറെ പടങ്ങൾ, അതായത് എനിക്കൊന്ന് എക്കോ മുതലല്ലേ, തീർച്ചയായിട്ടും. അതെ അതെ, വാഴ 2 വരെ ഹിറ്റ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ മോഹിനിയാട്ടം. അപ്പൊ ഇത് വിജയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിവോൾവർ റിങ്കോനെ കൊണ്ട് ഇവിടെ വരും. വിജയാഘോഷത്തിന് വരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വരുമ്പോഴും ഫയർ ഡാൻസിനുള്ള സാധനം പന്തോ മണ്ണെണ്ണ ഞാൻ കൊണ്ടുവരും. അന്ന് ഫയർ ഡാൻസ് ഉറപ്പായിട്ടും എന്റെ ഫയർ ഡാൻസ് ഉണ്ടാവും. എന്നിട്ട് പ്രചോദനൊക്കെ നാളെ വർക്കില്ലാതെ വേറെ സ്ഥലത്ത് നടക്കും. ഫ്ലോർ മുഴുവൻ ഞാൻ തീ ലങ്ക കത്തിച്ച പോലെ. പക്ഷെ അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരാൾ പുറത്ത് ലാൽജോ സാർ അനുകരിച്ചോണ്ടിരിക്കുക. അടുത്ത വിളിക്കുമെന്ന് പറഞ്ഞു.